ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ കുറച്ചധികം പോസ്റ്റുകളിലേക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇലക്ട്രിക്കലിൽ. അപ്പോൾ അതിൽ നിങ്ങൾ ഏതൊക്കെയാണെന്നില്ല നമുക്ക് അവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. 74/2026 കാറ്റഗറി നമ്പർ. 56,500 തൊട്ട് 1,18,100 സ്കെയിൽ ഓഫ് പേ. ഒരു വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇപ്പം 18 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ആവാൻ പറ്റും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എല്ലാവർക്കും അവിടെ അപ്ലൈ ആവാൻ പറ്റുന്നുണ്ടാവും. പിന്നെ അത് കൂടാണ്ട് മസ്റ്റ് ഹാവ് 2 years എക്സ്പീരിയൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഓർ ഇക്വലന്റ് റാങ്കിന്റെ ഗവൺമെന്റ്, ക്വാസി ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഓർ രജിസ്റ്റേർഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. 2 year എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യത്തെ പോസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് സെപ്റ്റംബർ മാസം 2-ാം തീയതി വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെയുള്ളത് നമ്മളുടെ ഇലക്ട്രീഷ്യൻ ആണ്. കാറ്റഗറി നമ്പർ 89/2026 കാറ്റഗറി നമ്പർ. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വിളിച്ചേക്കുന്നത്. 19,000 തൊട്ട് 43,600 സ്കെയിൽ ഓഫ് പേ. നമ്പർ ഓഫ് വേക്കൻസി പറയുന്നത് 3 ഓക്കെ, ഇതില് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് അബോവ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അവാർഡ് ബൈ ദി ITI ആഫ്റ്റർ ഹാവിംഗ് കംപ്ലീറ്റഡ് 18 months കോഴ്സ് ഇൻ ദ ട്രേഡ് ഓഫ് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എന്നുള്ള ട്രേഡിൽ ആൻഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് അപ്രന്റീസ്ഷിപ്പ് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് കാൻഡിഡേറ്റ്സ് വിത്ത് അബോവ് ക്വാളിഫിക്കേഷൻ ITI ഇലക്ട്രീഷ്യൻ കഴിഞ്ഞവരെ എടുക്കും. പിന്നെ അത് കൂടാണ്ട് അവിടെ 2 years എക്സ്പീരിയൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 year എക്സ്പീരിയൻസ് ഇൻ ദ ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഡിപ്ലോമ, ബിടെക് എല്ലാം ഡിപ്ലോമയാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പൊ ബിടെക് കൂടി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ഇത് നിങ്ങൾക്ക് 2-ാം തീയതി വരെ, സെപ്റ്റംബർ മാസം 2-ാം തീയതി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി അടുത്തത് NCA സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. 55,200 തൊട്ട് 1,15,300 സ്കെയിൽ ഓഫ്. ഒരു വേക്കൻസിയാണ് ഫോർ LCA കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. ആ ഒരു LCA കമ്മ്യൂണിറ്റിയിൽ നിന്ന്, കാറ്റഗറിയിലെ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ മാസം 2-ാം തീയതി വരെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ ആസ് ഓഫ് നോ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത് കൂടാണ്ട് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.